അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിന്റെ വയറ്റിൽ വല്ല ജാക്കി ചാനോ ബ്രൂസ്ലിയോ ഒക്കെയാണോ കിടക്കുന്നത്? ആദ്യത്തെ 4-5 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാ ചവിട്ട് തുടങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗർഭസ്ഥ ശിശു ആദ്യത്തെ 5 മാസം AK ആന്റണിയും പിന്നീട് ബാബു ആന്റണിയുമായിരിക്കും. എന്റെ സെന്റ് ആന്റണീസ് പുണ്യാളാ. അതേ, എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോ മാങ്ങ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ശ്രമിക്കാഞ്ഞിട്ടല്ല. നാട്ടിൽ പഴയ പോലെ മാവൊന്നുമില്ല, മുഴുവൻ മാവോയിസ്റ്റുകളാ. ചേട്ടാ, ഈ സമയത്ത് പുളി ഉള്ളതിനോട് വല്ലാത്ത കൊതിയാ. അങ്ങനെയാണെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ. എനിക്കിപ്പോ കഴിക്കാൻ എന്തെങ്കിലും വേണം. എന്ത്? പിസ്സ. ഈ സൈസ് ജങ്ക് ഫുഡുകളൊന്നും കഴിക്കല്ലടാ. പിസ്സക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? അതിന്റെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ കടിച്ചാലും ചക്കമുളഞ്ഞിയും പോലൊരു സാധനം ഈ പ്ലേറ്റുമായിട്ട് കണക്ഷൻ വിടാതെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ശരിക്കും അതിന് പിസ്സ എന്നല്ല, പശാന്നാ പേരിടേണ്ടത്. എന്നാ ബർഗർ മതി. ബർഗറോ? അത് ഭയങ്കര പ്രശ്നമല്ലേ? സാധാരണ ഒരു മനുഷ്യന്റെ വായ എത്ര തുറക്കാൻ പറ്റും? ഇത്രയല്ലേ തുറക്കാൻ പറ്റുള്ളൂ. ഈ ബർഗറിന്റെ 2 ബണ്ണും അതിനകത്തുള്ള പച്ചക്കറിയും പേസ്റ്റും എല്ലാം കൂടെ ബർഗറിന് മൊത്തത്തിൽ ഇത്രയും വലിപ്പം ഉണ്ടാവും. നമ്മുടെ വാ വളരെ കഷ്ടപ്പെട്ട് തുറന്നു പിടിച്ച് നമ്മൾ അങ്ങനെ കടിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധനം മുഴുവൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ടേബിളിലോട്ട് മറിഞ്ഞു വീഴും. പിന്നെ നിന്നെ പോലുള്ളവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടല്ലോ, മറ്റൊരു കണ്ണട വെച്ചൊരു കിളവന്റെ കിളവന്റെ ഫ്രൈഡ് ചിക്കൻ. സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് അന്വേഷിച്ചു പോകുന്നത്. ഇത് മേടിക്കാൻ കടയിൽ ചെല്ലുമ്പോ തന്നെ സാർ എത്ര ബക്കറ്റ് വേണം, ബക്കറ്റിൽ എത്ര കൊണ്ടുപോകും? എന്ത് കഷ്ടപ്പാടി. പൈസ കൊടുക്കാൻ കഴിയത്തില്ല, അത് പറഞ്ഞാ പോരെ. അത് മാത്രം നീ പറയരുത്. നാട്ടിലിപ്പോ എന്തിനും ഏതിനും ആളെ കിട്ടും, പക്ഷെ വീട്ടു ജോലിക്ക് ആരെയും കിട്ടൂല. അത് പൈസ ഇല്ലാത്ത പൈസ മുടക്കി അർഹിക്കാത്ത ശമ്പളം കൊടുത്ത് ആ ചേട്ടത്തിയെ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ നോക്കാൻ വേണ്ടി മാത്രമാ. അവരുണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ട് ചക്കക്കുരു പോരുന്ന നീ ഉരുളക്കിഴങ്ങ് പോലെ ആയത്. ഇതെല്ലാം എന്റെ പരിപ്പെടുത്തിട്ടാന്ന് ഓർമ്മ വേണം. അവരിവിടെ ഇരുന്ന് TV കാണുന്നതല്ലാതെ അടുക്കളയിൽ കേറാറേ ഇല്ല. എന്നിട്ട് ആ ചേട്ടത്തി എന്തേ? പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങി പോകുന്ന കണ്ടു. ചേട്ടത്തിയോട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്നും ഈ ഫ്ലാറ്റ് വിട്ട് പുറത്തു പോകരുതെന്നും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ ദേഷ്യം വരാതിരിക്കോ? ചേച്ചി, ഇവിടെ ഞങ്ങളെ നാണം കെടുത്തരുത്. നിങ്ങളെ നാടൻ കെടുത്താതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. നാണം കെടുത്താതിരിക്കാനോ? അലക്കി ജനലിൽ ഉണക്കാനിട്ട തുണി പറന്ന് എന്ന പഞ്ചാബിയുടെ തലയിൽ വീണ്. അയ്യോ, ഞാനത് എടുക്കാൻ ചെന്നപ്പോഴേ അയാളുടെ തലയിൽ 10 മീറ്റർ തുണി വേറെ. അതിന് ഏത് തുണിയാ പറന്നു പോയത്? ഇത് ഇവിടത്തെ സാറിന്റെ ആണോ? അയ്യോ, ഇതും കൊണ്ട് ഞാൻ കേറി വരുമ്പോ ആ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുക, ഇവിടത്തെ സാറിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് ജോലി ചെയ്യുന്നത്. ചേട്ടത്തി ഇത് എവിടെ ഇടണ്ടെന്നറിയോ? എനിക്കിത്തിരി വിവരവും വിദ്യാഭ്യാസവും കുറവാണെങ്കിലും ഇത് 2 സ്ഥലമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതല്ല, അലക്കി ജനലിൽ ഇടരുത്, ബാൽക്കണിയിൽ ക്ലിപ്പ് ചെയ്ത് വേണം വെക്കാൻ. ആ വാഷിംഗ് മെഷീന്റെ സൈഡിൽ ഒരു കവറിൽ ആവശ്യത്തിന് ക്ലിപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ കവറിലും ക്ലിപ്പ് ഉണ്ടാ? ഞാൻ വിചാരിച്ചു മൊബൈലിലും വാട്സപ്പിലും മാത്രമേ ഉള്ളൂ. എന്ത് ക്ലിപ്പേ? ഇവള് പറഞ്ഞല്ലോ ചേട്ടത്തി അടുക്കള കയറുന്നില്ലെന്ന്. എന്തുകൊണ്ട് ചേട്ടത്തി അടുക്കള കയറുന്നില്ല? അടുക്കളയിൽ വൈഫൈക്ക് റേഞ്ച് ഇല്ല. ഇതൊക്കെ തന്നെ കുഴപ്പം. ഈ മാസത്തെ ഫോൺ ബിൽ എത്രയാണെന്ന് അറിയോ? ബില്ല് പറയാൻ ഞാനെന്താ STD ബൂത്തിലിരിക്കണ മെഷീനോ? ചേച്ചി ഇവിടെ ഇരുന്ന് STD ഐസിലേക്ക് കുത്തി വിളിച്ചിട്ടാ ഈ മാസത്തെ ബില്ല് ഇത്രയും കൂടിയത്. അയ്യടാ, അത് നിങ്ങൾ വിളിക്കണായിരിക്കും. ഞാനേ എന്റെ ഓഫീസിലെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. ഞാനും അതെ, ഞങ്ങള് 2 ആളും ജോലി സ്ഥലത്തെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. അതെ, നീ നിന്റെ പെണ്ണുമ്പിള്ളെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നല്ലേ ഫോൺ ചെയ്യണത്? അതെ. ഇത് എന്റെ ജോലി സ്ഥല, ഞാനിവിടെ നിന്ന് വിളിക്കും. അയ്യോ, ചവിട്ടുന്നു. കണക്കായി പോയി. ഞാൻ തരാനുള്ളത് കൊച്ചാണെന്ന് വിചാരിച്ചാ മതി. വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. ഞാൻ വേലക്കാരിയത് എന്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ അച്ഛനും അമ്മയിട്ട പേരിന്റെ കുഴപ്പമാണ്. എന്താ പേര്? ജാനു. അതിനെന്താ കുഴപ്പം? ജാനുന്ന് പേരിട്ട വേലക്കാരി അല്ലാതെ ജില്ലാ കളക്ടർ ആവാൻ പറ്റോ? ഇതിനു പകരം വല്ല മഞ്ജു വാര്യർന്ന ഐശ്വര്യ റായെന്ന പേരിട്ടിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഹെലികോപ്റ്ററിൽ പറന്ന് കടന്ന് 5 ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യേണ്ട ആളാ ഞാൻ. മോക്കറിയാമോ, എന്റെ ഭർത്താവിന് ഭയങ്കര ഈഗോസ് ആയിരുന്നു. എന്തിന്? എനിക്ക് അയാളെക്കാളും സൗന്ദര്യം കൂടുതലാണല്ല. ദൈവമേ, അപ്പൊ അയാൾ എന്ത് കോലമായിരിക്കും. എന്തിനധികം പറയണേ, ഞാൻ ഉദ്ദേശിച്ചതിന്റെ പകുതി പോലും വേവ് ലെങ്ത് പുള്ളിക്കാരനില്ലായിരുന്നു. എന്താ? ഈ പെണ്ണുങ്ങളെ ജോലിക്ക് നിർത്തുന്നതിന് പകരം ആണുങ്ങളെ ജോലിക്ക് നിർത്തുന്നതാ നല്ലത്. അത് നല്ലതാ. ഒരാടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാകൂല. നിങ്ങള് മിണ്ടിയാ മതി, നാട്ടുകാര് പറഞ്ഞോളും.
ഹലോ, ആ പറ പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ വാ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ശരി. ആരാ? ഷാർജന്ന് അനിയനാ. അവനായിരുന്നോ? അവനും ഭാര്യയും കൂടെ നാളെ കൊച്ചിനെ കാണാൻ വരുന്നുണ്ടെന്ന്. കൊച്ചിനെ കാണാനോ? അതിന് പ്രസവം കഴിഞ്ഞിട്ടില്ലല്ലോ. അവന് നാളെയും കൂടെ ലീവ് ഉള്ളെന്ന്. ഇന്ന് രാത്രി പ്രസവിക്കാൻ പറ്റുമോന്ന്. അവന്റെ ലീവ് നോക്കിയാണോ നീ പ്രസവിക്കുന്നത്? ഞാൻ തീരുമാനിക്കും. എന്റെ ലീവിനാണ് ഇവിടെ പ്രസക്തി. എന്തായാലും നോർമലായ മതിയായിരുന്നു. അതെന്താടി, നിനക്ക് എന്നെ കണ്ടിട്ട് മെന്റലാണെന്ന് തോന്നുന്നുണ്ടാ? ഓ, പ്രസവത്തിന്റെ കാര്യമാ അവള് പറഞ്ഞത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ അനുഭവ സമ്പത്തും പരിചയവും വെച്ചിട്ട് ഞാൻ പറയാണ്, ഇതൊരു 15 ദിവസം കഴിയാണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാൽ എന്റെ മനസ്സ് പറയുന്നു ഒരു 5 ദിവസത്തിനകം ആകുമെന്ന്. ബെറ്റ്. പറ്റോ? പെട്ടെന്നല്ല, ബെറ്റ്. ആ, ബെറ്റ്. ശരി, എത്ര രൂപ? 54,000 രൂപ. 54,000 രൂപയോ? ആ, അത് കിട്ടിയിട്ട് വേണം എനിക്കൊരു ഐഫോൺ 6 മേടിക്കാൻ. മോളെ, മോനെ മോളെ, മോനെ മോളെ. മോനെ, എന്താ ചേച്ചി? ഈ ഐഫോൺ 6 വളയുന്നത് കേൾക്കണ നേരാണ്. മാറി ചേട്ടത്തി അവിടുന്ന്. അവക്ക് പെയിൻ തുടങ്ങി. അയ്യോ, കണ്ണെ ടെൻഷൻ അടിക്കണ്ട. ഇതടവ് എന്നെ പറ്റി തോപ്പിക്കാനുള്ള നിന്റെ പെണ്ണുമ്പുള്ളിയുടെ അടവ്. അയ്യോ അല്ല, എനിക്ക് ശരിക്കും പെയിൻ വരുന്നുണ്ട്. ചേട്ടത്തി ചെന്ന് എഞ്ചിനീയറെ വിളിച്ചോണ്ട് വാ. അല്ല, ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ? ലിഫ്റ്റ് കേടല്ലേ, ഇവിടെ സ്റ്റെപ്പ് ഇറക്കാൻ പറ്റൂല. നമ്മുടെ മോളിൽ താമസിക്കുന്ന ഡോക്ടറെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, നീ എന്ന് വിളിച്ചോണ്ട് വാ. പൊന്നെ തേനെ ടെൻഷൻ അടിക്കണ്ട. തള്ളേ 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 തള്ളേന്ന് പറയാൻ ഇവനാരാ? സുരാജ് വഞ്ഞാറമൂട. ഇവിടെ പിടിക്കും. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. ഡോക്ടർ, ഡോക്ടർ. പുള്ളകളി മറച്ച് ഇവനാണ് പുള്ളുണ്ടാകാൻ പോണത്. അയ്യോ ചേട്ടത്തി, എനിക്ക് ഒട്ടും വയ്യ. വയ്യെങ്കിൽ പിന്നെ ഈ പണിക്ക് പോയതിനാ. അയ്യോ, മോളെ ഒരു 15 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്ക്. എനിക്കൊരു ഐഫോൺ കിട്ടുന്ന കേസാ. ഡോക്ടർ, ഡോക്ടർ, വരൂ ഡോക്ടർ, വരൂ ഡോക്ടർ, വരൂ വരൂ. ഇവരാണ്. Hello, I am Dr. Muhammad Meron, MBBS, MD, HDFC, PDC. സാറിന്റെ DVD, CD, 3D ഒക്കെ പിന്നെ പറയാം. പേഷ്യന്റിനെ നോക്ക് സാറ്. Come on, come on, come on. ഒരു കാണിക്കണേ. അയ്യോ, അവര് പേഷ്യന്റ് അല്ല എന്ന് പറയുന്നു. ഇതാ പേഷ്യന്റ്, ഇവരെ കൊണ്ടുപോ. Come on, അയ്യോ. come on, come on. ചേട്ടത്തി, ആ, ഞാനൊരു അച്ഛനാകാൻ പോവാ. സന്തോഷമായി മോനെ. എന്റെ മകൻ ജോസൂട്ടി അച്ഛനാവാൻ വേണ്ടി എന്തെല്ലാം നേർച്ച കാഴ്ച നടത്തിയതാ. എന്നിട്ട് അവനായതാ വെറും കപ്പ്യാരി. മനുഷ്യൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴല്ല ഒരു ഊള കോമഡി പറയേണ്ടത്. അതെ, അകത്ത് കിടക്കുന്ന സ്ത്രീ ഗർഭിണിയാണല്ലോ. അതെ, അതിന് എടോ, ഞാൻ ENT സ്പെഷ്യലിസ്റ്റാ. പല്ലുവേദനയുടെ ഓർത്താ ഞാൻ വന്നത്. ഈ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഡോക്ടറെ ചെല്ല്, ഡോക്ടറെ ചെല്ല് ഡോക്ടറെ ചെല്ല്. ഞാൻ ENT ആണെന്ന്. വേണേ അതിന്റെ കൂട്ടത്തിൽ 2 പല്ലും കൂടെ പറിച്ചോ. ചെല്ല്. മോനെ, ഈ ENT എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ടെററിസ്റ്റ്, പിന്നെന്താ കുന്തം. ഓ, ഇന്റർനാഷണൽ കുന്തോ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? പേഷ്യന്റ് ഭർത്താവ്? ഞാനാ. അർജന്റ് ആയിട്ട് ഒരു ഗ്ലൗസ് വേണം. അർജന്റീനയ്ക്ക് ഗ്ലൗസ് അല്ലല്ലോ, ജേഴ്സി അല്ലേ ഉള്ളൂ. ഗ്ലൗസ് ഗ്ലൗസ്. ആ, അത് ഞാനിപ്പൊ കൊണ്ടുവരാ. ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോ? പെയിൻ വന്നും പോയി ഇരിക്കും. ഇതെന്നെ ദുബായ് എയർപോർട്ടോ? പ്ലെയിൻ വന്നും പോയി ഇരിക്കാൻ. എടോ, പ്ലെയിൻ അല്ല, പെയിൻ. സാറേ സാറേ സാറേ, എന്താ ഇത്? ഗ്ലൗസ് കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഗ്ലൗസ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു സാർ. മോനെ, നീ ടെൻഷൻ അടിക്കണ്ട. ഒരു 1000 രൂപ ഇങ്ങോട്ട് വന്നേ. എന്നാ. എന്താ ഇത്? എനിക്കൊരു ദക്ഷിണ. ചേച്ചി പെര കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. അതെ, നിങ്ങൾ ആരാ അകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ ഭർത്താവ്? ഇപ്പോഴും ഞാൻ തന്നെയാ. പറ. സിസേഴ്സ് ഉണ്ടോ? ഇല്ല, ഗോൾഡ് ഫ്ലേക്ക് തരാം. ചിലപ്പോ കുറച്ച് ബ്ലഡ് വേണ്ടി വരും. ബ്രെഡോ ജാമോ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. ബ്രെഡ് അല്ല, ബ്ലഡ്. ഏതാ ഗ്രൂപ്പ്? ഞാൻ മാണി ഗ്രൂപ്പാ. ഇപ്പൊ ഒരല്പം വമ്മല്ല. എത്ര കുപ്പി വേണ്ടി വരും? 8-10 കുപ്പി വേണ്ടി വരും. എന്നാ പിന്നെ ഒരു കേസ് സോഡ പറയട്ടെ. ബ്ലഡിന് പകരം
ഭഗവാനെ നന്ദിയുണ്ട്. ഡോക്ടർ കുട്ടിയാണോ പെണ്ണോ? രണ്ടുമല്ല, ആ തള്ളയുടെ റിംഗ് ടോണാ. പിന്നെന്താ ആ കേക്ക പറ. മെലഡി ഇത്ര ചോക്ലേറ്റ് ചെയ്ത് എങ്ങനെയെന്നാ? പേട്ട് തള്ളാൻ നിങ്ങളുടെ ഒടുക്കത്തെ റിംഗ് ടോണാ ഫോണിൽ തന്നെ. എടാ നിന്റെ പെണ്ണുപിള്ള പ്രസവിക്കണേന് എന്റെ ഫോണെന്ത് പിഴച്ച്? അതെ, നിങ്ങൾ ആരെ ഈ അകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ ഭർത്താവ്? ഞാൻ തന്നെയാ. ഗ്ലൂക്കോസ് വേണം, ഗ്ലൂക്കോസ്. ഇപ്പൊ കൊണ്ടുവരാം. എക്സ്ക്യൂസ് മീ, എന്താണ്? ഇവിടെ വാക്യൂം ക്ലീനർ ഉണ്ടോ? അതെന്തിനാ? 3 ഇഡിയറ്റ്സിന്റെ ക്ലൈമാക്സിലെ അമീർ ഖാൻ വാക്യൂം ക്ലീനർ വെച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്. അതെ, അകത്തെടുക്കണ കരീന കപൂർ അല്ല, ആ പുറത്തേക്ക് പോയ കോന്തന്റെ ഭാര്യയാണ്. ഒന്നും നടക്കൂല. ഇന്നാ ഡോക്ടർ ഗ്ലൂക്കോസ്. താങ്ക്സ്. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. നേരം വെളുത്തിട്ട് ഈ സമയം വരെ ഒരു സാധനം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ചെറുതേ, ആ. കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് നല്ലൊരു പേരിടണം. കേട്ട നെഞ്ചത്ത് തട്ടുന്ന പേരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പേരുണ്ട്, ആ ബനിയൻ. അതാവുമ്പോ നെഞ്ചത്ത് തട്ടി കിടന്നോളൂല. ഹലോ, ആണോ? താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒരു കോൾ വെയിറ്റിംഗ്, വിളിക്കാം. ഏട്ടത്തി, അമേരിക്കയിൽ നിന്ന് തങ്കച്ചനെ വിളിച്ചത്. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി ഇന്ന്. ഹലോ, ആ പറ, കേക്കാം. കൊച്ചിന് എന്റെ ചായയാണോ? ഓ, താങ്ക് യു വെരി മച്ച്. ചേട്ടത്തി, കൊച്ചിന് എന്റെ അതേ ചായയാന്ന്. ജപ്പാനിൽ നിന്ന് സൂപ്പറിനാ വിളിച്ചത്. കൺഗ്രാചുലേഷൻ. താങ്ക് യു 125 ലൈക്കും 367 കമന്റും കിട്ടിയടോ. എന്തിന്? തന്റെ ഭാര്യയുടെ പ്രസവം ഞാൻ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടു. വൈറലാണോ? വൈറൽ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. അപ്പോൾ മറന്നില്ലേ പോരണ്ട.